എന്തു പറ്റിയിടോ നിങ്ങളുടെ ലോറിയിൽ അയച്ച എന്റെ ചരക്കിന്? അതിനി മംഗലാപുരത്ത് എത്തിയിട്ടില്ല. പാർട്ടി എന്നെ വിളിച്ചിരുന്നു. ലോറി സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുക. അതിന് ഞാൻ എന്ത് വേണം? എന്റെ കുറ്റം കൊണ്ടാ. ഈ നാട്ടിൽ ചരക്കയക്കാൻ വേറെ ലോറി ഇല്ലാഞ്ഞിട്ടല്ല. ഞങ്ങൾ ആരും കരുതിക്കൂട്ടി ചെയ്തതല്ല. ആർടിഒയും പോലീസും കൂടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? കഴിഞ്ഞ ആഴ്ച അയച്ച ലോഡ് 2 ദിവസം താമസിച്ച് അവിടെ കിട്ടിയത്. അന്നും ഇത് തന്നെ കാരണങ്ങൾ പറഞ്ഞു. അത് ഞാൻ സഹിച്ചു. ഇനി പറ്റില്ല. എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. വിഷമിച്ചിട്ട് കാര്യമില്ല. എന്റെ ദണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഏതായാലും ഈ പ്രാവശ്യത്തിൽ കൂടി ഞാൻ ക്ഷമിച്ചു. ഇന്നലെ 3 ലോറി പിടിച്ചു. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും നമ്മൾ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആശാൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരുടെ കാല് പിടിക്കണം? അല്ലെങ്കിൽ ആരുടെ പോക്കറ്റിലാണ് നിക്ഷേപിക്കേണ്ടത്? അതോ ഈ ബിസിനസ് നിർത്തണോ? ചേട്ടാ, എന്താ നിനക്ക് വേണ്ടേ? നമുക്ക് ആർടിഒ ഒന്ന് കണ്ടാലോ? ആർടിഒ അല്ലേ? എനിക്കറിയാം, നമ്മുടെ പങ്കജാക്ഷൻ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം സത്യ, ഞാൻ സ്വല്പം പൊങ്ങച്ചം പറയും. ചെറുപ്പം പോലെ ശീലിച്ചു പോയോണ്ട് പെട്ടെന്ന് മാറ്റാനും പറ്റുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധുവാ. എനിക്ക് കേക്കണ്ട. ഹാ, ഒന്ന് വിശ്വസിക്കും മോനെ. ഞാൻ സ്വല്പം പുളുവടിക്കും. ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ സത്യമായിട്ട് സത്യമാണ്. നമുക്കൊന്ന് കാണാം മോനെ. എടാ, എന്നെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടാ. ശരി. ഇവൻ എന്നെ നന്നായിട്ട് അറിയാം. ഞാനൊരു ക്രൂരനൊന്നുമല്ല പക തീർക്കാൻ. വ്യക്തിപരമായി അനന്തനോട് എനിക്ക് ഒരു വൈരാഗ്യവുമില്ല. മുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ മിനിമം ഒരു ദിവസം 1 ലോറിയെങ്കിലും പിടിച്ചിരിക്കണമെന്നുള്ളതാണ്. കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൗകര്യമില്ലടോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ലെന്നുള്ളതാണ് സത്യം. തന്റെ കഴിവിടുന്നില്ല ഞങ്ങളോട് പറയുന്നേ. തനിക്ക് ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഒരുപക്ഷെ മോളെ പിടിച്ചാൽ നിന്റെ ഞാൻ വല്ലതും പറഞ്ഞു പോകും കേട്ടോ. ശങ്കരേട്ടാ, ഇതുപോലെ നട്ടലില്ലാത്ത സുഹൃത്തുക്കൾ ഇനിയുണ്ടോ ശങ്കരേട്ടാ? കിട്ടുമോ ഇപ്പോ? ഒന്നും പറയണ്ട. ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ആരാ ലോറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ്? എനിക്കറിയാം, ദിവാകരൻ. വാ. യാതൊരു കാരണവും കൂടാതെ ലോറികൾ പിടിച്ചെടുക്കുക, സ്റ്റേഷനിൽ തടഞ്ഞിടുക, ഡ്രൈവറെ മറ്റും ഭീഷണിപ്പെടുത്തുക. ജില്ലയിൽ സർക്കാരിന്റെ കിങ്കരന്മാർ നടത്തുന്ന ലോറി വേട്ട തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. 2 അല്ല 3 അല്ല, മഹാലക്ഷ്മി ട്രാൻസ്പോർട്ടിന്റെ 17 ലോറികളാണ് ഒരു കാരണവും കൂടാതെ ഇവർ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോഴും തുടരുന്നു. ഇതിങ്ങനെ തുടർന്നാൽ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിനും മാനസിക വ്യഥയ്ക്കും ആര് ഉത്തരവാദിത്വം പറയും? പെർമിറ്റിലോ മറ്റു റെക്കോർഡ്സിലോ ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കില്ല. ഒരു കാരണവും കൂടാതെ തുടരുന്ന ഈ പ്രതികാര നടപടികൾ നിർത്തുവാൻ അസോസിയേഷൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഇതിന്റെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് വാസ്തവമാണെങ്കിൽ സർക്കാരിന്റെ ഈ നടപടികൾക്കെതിരെ അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശക്തമായ ഒരു പ്രതിഷേധക്കുറിപ്പ് ഇന്ന് തന്നെ ബന്ധപ്പെട്ട വകുപ്പിനും ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സമരം ചെയ്യണം. നാളെ മുതൽ ജില്ലയിൽ ഒരു ലോറിയും റോഡിൽ ഇറക്കരുത്. അതെ, അതാണ് ശരി. നാളെ മുതൽ നമ്മൾ എല്ലാവരും സമരത്തിനിറങ്ങണം. ആദ്യം പ്രതിഷേധക്കുറിപ്പാവട്ടെ, പിന്നെ മതി സമരം. അതാ അതിന്റെ ശരി. അല്ലാതെ ഒറ്റയടിക്ക് സമരമൊന്നും വേണ്ട. സമരം പ്രതിഷേധത്തിന്റെ 2ാം ഘട്ടമായിരിക്കും. ആദ്യം പ്രതിഷേധക്കുറിപ്പ്, അതാണ് കീഴ്വഴക്കം. എന്താ പ്രസിഡന്റ് പറഞ്ഞതാ കാര്യം. വെറുതെ സമരം ചെയ്തൊന്നും പ്രയോജനമില്ല.
സൈലൻസ്. സുഹൃത്തുക്കളെ, ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് ബഹുമാനപ്പെട്ട മെമ്പർ അനുഭവിക്കേണ്ടി വന്ന സാമ്പത്തിക നഷ്ടത്തിനും മാനസിക വ്യതയ്ക്കും എന്താ വാ. നാളെ മുതൽ ജില്ലയിലെ ലോറി തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കില്ല. പണിമുടക്കോ? ആരുടെ തീരുമാനം? യൂണിയന്റെ തീരുമാനം. ഇതാ പോസ്റ്റർ വരെ അടിച്ചു കഴിഞ്ഞു. മുതലാളിമാരെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. പെട്ടെന്നൊരു സമരത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട. തൊഴിലാളികളുടെ കൂട്ടത്തിൽ കരിങ്കാലികളില്ല. ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഒരാളെ ഇത് ബാധിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ മുഴുവൻ ബാധിക്കുന്ന തുല്യമാണ്. തുടക്കത്തിലെ നിയന്ത്രിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. തൊഴിലാളി ഐക്യം ഒരു തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കിലേക്ക്. എല്ലാം കൂടെ 15 രൂപ ചെലവാ എനിക്ക്. ശങ്കരേട്ടാ, ആദ്യത്തെ ദിവസം 2, പിന്നെ 3, പിന്നെ 4, അങ്ങനെ മൊത്തം 17 ലോറികൾ. അവൻ ശരിക്കും ഒന്ന് ഒതുങ്ങിയതായിരുന്നു. ഛേ, കഷ്ടമായി പോയി. തൊഴിലാളികളെ അവൻ എങ്ങനെ കയ്യിലെടുത്തു? അവന്റെ തലയിൽ ഇങ്ങനൊരു തറുതല തോന്നുന്ന ആര് വിചാരിച്ചു? അവന്റെ തല മണ്ണാൻ കട്ട. അവന്റെ തന്റെ അനന്തനായിരിക്കും അതിന്റെ പിന്നിൽ. അയ്യോ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. അവൻ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് വീണ്ടും അബദ്ധം പറ്റും. അവൻ വെറും പൊണ്ണനല്ല, നന്ന് കല്യാണ പാർട്ടി വെച്ച് തെളിയിച്ചതല്ലേ. സമരമെങ്കിൽ സമരം തന്നെ. എന്നാലും അവന്റെ 20 ലോറികൾ കട്ടപ്പുറത്തിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ 40 എണ്ണോ അതും കട്ടപ്പുറത്തിരിക്കണ്ടേ? നമ്മുടെ 2 കണ്ണ് പോയാലും അവന്റെ ഒരെണ്ണം പൊട്ടണം എന്ന് പറഞ്ഞു പോയാണല്ലോ നിന്റെ വർത്തമാനം. പിന്നെ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറയണേ? എന്തായാലും ശരി, ചേക്കുടി പ്രദേശത്തിന്റെ ലോറികൾ പണിമുടക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോ താൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചവച്ചു തുപ്പിയത് നമ്മൾ തന്നെ തിരിച്ചു തിന്നണം അല്ലേ? നടപടി എടുക്കണമെന്ന് പറഞ്ഞവരോട് നമ്മൾ വിളിച്ചു പറയണം വേണ്ടാന്ന് അല്ലേ? ഉറക്കിച്ചേട്ടാ, 1ഉം 2ഉം ലോറികൾ ഉള്ളവരാ കൂടുതൽ. നമുക്ക് 40 എണ്ണം ഉണ്ട്. നമ്മുടേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ മറ്റുള്ളവരുടെ നഷ്ടം നിസ്സാരമാണ്. തനിക്ക് നിർബന്ധമാണ്, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. കൂട്ടത്തിലാ തന്ത കഴിവർ അവനോട് ഇറക്കി വിടാൻ പറ. പിന്നെ തീർന്നല്ലോ. എന്നിട്ട് നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലി കാത്തിരുന്നു. അയാള് പൂവാല ഇട്ടിരും കഴുത്തില്. ചെറിയ എന്താ സൂചില്ലേ? നന്നായിരിക്കുന്നു. എന്നാലേ ആ റോഡിലോട്ട് ഇറങ്ങുന്നില്ലേ 4 പേര് കേൾക്കും. നാണമില്ലല്ലോ വഴക്കിടാൻ. ഞാൻ ഒരുത്തനില്ലേ ഇവിടെ. ഒരു വഴി അടഞ്ഞ അടയട്ടറാ, വേറൊരു വഴി ഉണ്ടാവും. ഇന്ന് ഈ നാട്ടിൽ ഞാൻ വിചാരിച്ച പലതും നടക്കും. എന്താ നിനക്കൊക്കെ സംശയമുണ്ടോ? ഉണ്ടോടാ ബാബാ? ഒരു സംശയമില്ലേ? എന്നാ ഇന്ന് നിങ്ങൾ കണ്ടോ, ഇന്ന് രാത്രി അനന്തന്റെ വീട്ടിൽ ഒരു സ്മാള് വേണ്ട. Cheers. Cheers.
അയ്യോ എന്നെ അടിക്കല്ലേ, ഞാൻ സത്യം പറയാം. അയ്യോ എന്റെ ഒന്നും ചെയ്യല്ലേ, ഞാൻ സത്യം പറയാം. ചേക്കുടിക്കേര് പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടുവച്ചത്. സെർച്ച് വാറണ്ട്. ഇനിയും തീർന്നില്ലേ സാർ സെർച്ചിനെ കുറിച്ചുള്ള ഈ പ്രഹസനം? 2 ദിവസം മുമ്പ് റെയ്ഡിനെ കുറിച്ച് പത്രത്തിൽ കണ്ടല്ലോ. വെണ്ടയ്ക്ക മുഴുപ്പിൽ അനന്തന്റെ വീട്ടിൽ റെയ്ഡ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചില രഹസ്യരേഖകൾ കിട്ടിയെന്ന്. എന്താ സാറേ ഈ രഹസ്യരേഖകൾ? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ അനന്തനെയും കുടുംബത്തെയും താറടിച്ച് കാണിക്കണം, അതല്ലേ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ? താൻ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത്ര നാണവും മാനവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ തൊഴിലിന് ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. തിരിച്ചാലോചിക്കുന്നതാവും കുറെ കൂടെ ഭംഗി. ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നെങ്കിൽ 2 കൈയും നീട്ടി ഞാൻ സ്വീകരിച്ചേനെ. അതല്ല നിങ്ങളുടെ ഉദ്ദേശം എന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ സാറേ നിങ്ങൾ സെർച്ച് ചെയ്യണം സാറേ. കമോൺ. എന്തോ സെർച്ച് ചെയ്തിരിക്കുന്നു. ചിലപ്പോ കണ്ടെന്നിരിക്കും. ഇങ്ങോട്ട് മാറി നിൽക്കണോ? താനേ ടാങ്ക് തുറക്കും. സാർ ഇതിനകത്തൊന്നുമില്ല. ഇത് തുറക്കും. അല്ല കളഞ്ഞിട്ട് വല്ല പട്ടി വെച്ചാണോ? പട്ടി ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ സാധിച്ചു. സാറേ കൈ എഴുതിട്ട് സോപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ സോപ്പ് നാറും. അയ്യോ എന്തൊരു നാറ്റം. എന്താ സാർ വല്ലതും കിട്ടിയാ? രവി ഇവനെ കൂടെ കൊണ്ടുപോയിക്കണം. കൊണ്ടുപോണില്ലേ? ഇവൻ ഇനി എന്ത് ചെയ്യണം? നീ പൊയ്ക്കോ. അത്രയും വേണ്ടായിരുന്നു ശങ്കര. അവർക്ക് വെറുതെ വൈരാഗ്യം കൂടും. പിന്നെ അത് പോരായിരുന്ന എന്റെ അഭിപ്രായം. ആ പൈസയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ? കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നില്ലേ? ഒരുവിധം ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലിന്റെ പണിയും അതുപോലെ അത്യാവശ്യമില്ലാത്ത ചെലവുകളും ഒഴിവാക്കണം. അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്നവരൊക്കെ പോയോ? സ്റ്റഡി ലീവ് ആയതുകൊണ്ട് രമ വീട്ടിൽ തന്നെ ഉണ്ട്. മറ്റേ പെൺകുട്ടിന്റെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകും. സമയമായി. എന്നാൽ നിങ്ങൾ പൊയ്ക്കോ. ശങ്കര, ഓ ഒരു വക്കീലിനെ കാണുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, കണ്ടോ? കണ്ടിരുന്നു, പക്ഷെ പെട്ടെന്നൊരു ആ ശരി. ഓഫീസല്ലേ? ഞാൻ കേസിയാ. അർജുന കുഞ്ഞുണ്ട് അവിടെ?
ഇങ്ങോട്ട് പുറപ്പെട്ടോ. എപ്പോ? ആ. രമയെ വിളിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ആര്? അന്ന് സർച്ചിന് വന്ന ഓഫീസറും കുറെ പോലീസുകാരും കൂടി എങ്ങോട്ട് പോയി? ഗസ്റ്റ് ഹൗസിലേക്കാണ് പറഞ്ഞത്. ആശാനോടെ? ആശാനും മറ്റുള്ളവരും അവരെ പറഞ്ഞ് പോയിട്ടുണ്ട്. രമയോടെ? അകത്തുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പോവും. അവർക്ക് എന്താ കാര്യം എന്റെ അനിയത്തെ ചോദ്യം ചെയ്യാൻ? വെറുതെ ബലം പിടിക്കണ്ട. അങ്ങോട്ട് പോകാൻ ഞാൻ പറ്റില്ല. പോകുന്നു പറഞ്ഞ്. വിടാൻ. നിന്നോടല്ലേ പറഞ്ഞ അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന്. വിടാൻ ഇവിടെ. അടിച്ച് നിന്നെ ഞാൻ. വിടാൻ. അർജുൻ, അർജുൻ, ഇനി വരൂ. ഇവിടെ വരാനല്ല പറഞ്ഞത്. എന്താ സാർ ഇതിന്റെ അർത്ഥം? എന്തിനാ രമയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അവർക്ക് എന്തറിയാം? കൂൾ ഡൗൺ. രമയ്ക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. വരൂ, വരാൻ. സത്യം പറ, എവിടെയാണ് നിന്റെ അച്ഛൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. നിനക്കറിയില്ലേ? എനിക്കറിയില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അനന്തൻ ബാംഗ്ലൂരിൽ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? ഉണ്ട്. ആരെ കാണാനാണ് വരുന്നത്? എന്നെയും ചേട്ടനെയും കാണാൻ. കള്ളം, പച്ചക്കള്ളം. സത്യം പറയണി, സ്വർണ്ണം വിൽക്കാനല്ലേ അയാൾ വരുന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ലാക്കുപ്പിൽ ഇടേണ്ടി വരും. മര്യാദയ്ക്ക് സത്യം പറ. ഇപ്പൊ പൊയ്ക്കോ. എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. നിൽക്കണം അവിടെ. എന്താ മോളെ, എന്തിനാ കരയുന്നത്? അവർ നിന്നെ എന്ത് ചെയ്തു? അവരെന്നെ ഒരുപാട് പേടിപ്പിച്ചു. ചീത്ത പറഞ്ഞു, അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു. സാരമില്ല, വാ. ആരാ? നമ്മൾ എലക്ട്രീഷ്യനാ. എന്ത് വേണം? അല്ല, സാറ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ലൈൻ കേടായിട്ടുണ്ടെന്ന്. അല്ല, സാറിന്റെ ഭാര്യ വിളി. അവള് ഓഫീസിൽ പോയതാ. ആഹാ. അല്ല, ഇപ്പൊ ശരിയാക്കണോ ഉടനെ ശരിയാക്കണം എന്നാ സാറ് വിളിച്ചു പറഞ്ഞത്. ആ, എന്നാ ശരിയാക്കാം. എന്നാ ഇപ്പൊ ശരിയാക്കാം. ഗുഡ് മോർണിംഗ് സർ. എന്താ സാർ? ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ തമ്മിലൊരു ഒത്തുതീർപ്പിലെത്താം. സാർ പറഞ്ഞോ, സാറിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. സാറിനെ സഹായിക്കൊന്നും വേണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. അതിനു പകരം ഞാൻ എന്ത് ചെയ്യണം? എന്തിനും റെഡി, ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. ഇനി കാറോ ബസ്സോ ടെമ്പോയോ അങ്ങനെ എണീക്കാൻ. താനെന്നെ വിലയ്ക്ക് വായിക്കാൻ വന്നിരിക്കുക. തന്നെയും തന്റെ കുടുംബത്തെയും ഞാൻ ഉപദ്രവിക്കും, എന്നാൽ ആവും വിധം. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോ സാറിന്റെ തീരുമാനം അതാണ്. പക്ഷെ തീരുമാനിക്കുന്നതിന് മുമ്പ് സാർ ഒരു കാര്യം ചെയ്യണം. മുകളിലത്തെ ബെഡ്റൂമിലെ ഡ്രോയറിന്റെ ഉള്ളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. അതൊന്ന് എടുത്തോണ്ട് വരണം. അവിടെ എന്താ ഉള്ളത്? ബോംബ്. ബോംബേ സാറേ, നോക്ക്. സാറ് നോക്ക്. കൈക്കൂലി കേസിൽ ഒരു ഓഫീസർ അറസ്റ്റ്. പട്ടണത്തിലെ പ്രമുഖനായ. പേടിക്കണ്ട, സാറിനെ കുറിച്ചല്ല, പേപ്പറിൽ ന്യൂസ് വായിച്ചതാ. ഇതെങ്ങനെ എന്റെ പുറകിൽ വന്നു?
ആരാ വെച്ചത്? ആരാ എന്റെ വീട്ടിൽ സ്വർണം കുഴിച്ചിട്ടത്? ഈ ഒരു ബാഗല്ല, ഇതുപോലുള്ള ബാഗുകൾ ഈ വീട്ടിന്റെ പല സ്ഥലത്തും ഞാൻ വെച്ചിട്ടുണ്ട്. മഷിയിട്ടാ സാറ് കാണില്ല. എന്റെ സുഹൃത്തുക്കൾ CBIയിലുണ്ട്. ഞാൻ അവരെ ടിപ്പ് ചെയ്യും. കിട്ടേണ്ടത് കൃത്യമായി അവരുടെ കയ്യിൽ കിട്ടും. പിന്നെ സാറ് ഹരിചന്ദ്രനൊന്നും അല്ലല്ലോ. 3500 രൂപ സാലറി വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കാണുന്നതിനേക്കാൾ എത്ര ഇരട്ടി സാധനങ്ങൾ ഈ വീട്ടിലുണ്ട്. പിന്നെന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. CBIയുടെ ഒരു കേസിൽ സാറ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഒരു കേസ് പെൻഡിങ്ങിലുണ്ട്. ഇതും കൂടെ ആവുമ്പോ ചതിയാ. താൻ എന്നെ ചതിക്കാൻ ശ്രമിക്കുന്നു. എന്താ പറഞ്ഞത്? ചതിയനെന്നോ? ആളെ വിട്ട് എന്റെ വീട്ടിൽ സ്വർണം കുഴിച്ചിട്ട് എന്നെ കുരുക്കാൻ ശ്രമിച്ചതിൽ ചതിയൊന്നുമില്ല. എന്റെ അനിയത്തെ വെറുതെ ഹറാസ് ചെയ്യാൻ വേണ്ടി മാത്രം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതിൽ കുറ്റമൊന്നുമില്ല. നിങ്ങളെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ മേലാൽ ഞങ്ങളെ അനാവശ്യമായി ഉപദ്രവിക്കരുത്. അതിനൊരു പ്രിക്കോഷൻ എടുത്തു എന്ന് മാത്രം. എന്നാലും ഇത്ര പെട്ടെന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവാൻ തക്കോണ്ട് എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചാലും ശരി, ഇനി അവരെ ഉപദ്രവിക്കാൻ ഞാനില്ല. അല്ല, ഇനി ഞങ്ങൾ സാറിനെ ഗവനിക്കുന്നതിന്റെ പോരായ്മ കൊണ്ട് വല്ലതുമാണോ? അല്ല, ഒരിക്കലുമല്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ദയവായി ഇനി എന്നെ ഇതിന് നിർബന്ധിക്കരുത്. ഞാൻ പോകുന്നു. കോശി സാറേ, എന്താ ഇതിന്റെ കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? കാരണോ? അച്ഛൻ നീർക്കോലിയാണെങ്കിൽ മകൻ മൂർഖന്. അത് തന്നെ കാരണം. അല്ല വർഗിച്ചേട്ടാ, കാരണം ചോദിക്കുമ്പോൾ ഇയാളെന്തിനാ പാമ്പിന്റെ പേര് പറയുന്നത്? ഓ വേഷം. ഇനി എന്തെടുത്ത പരിപാടി? അവിടുന്ന് ഏയ്, എന്താ റോസ്മേരി ഇത്? ഒന്നുമില്ല. എന്നാ പുറപ്പെട. എന്ന് വരും? അച്ഛൻ പുറത്തിറങ്ങിയാലുടൻ ഞാൻ അവിടെ എത്തും. റോസ്മേരിയുടെ ഡാഡിയെ ചെന്ന് കാണും. ഒറ്റയ്ക്കല്ല, എന്റെ അച്ഛനും എന്നോടൊപ്പം ഉണ്ടാവും. കാര്യങ്ങൾ പറയും. അദ്ദേഹം സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ എന്റെ സ്വന്തമാവും. അദ്ദേഹം സമ്മതിക്കുമെന്ന എന്റെ വിശ്വാസം. വാ. അവരെ കാണുന്നില്ലല്ലോ. വരട്ടെ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നീ എന്നെ ഉടനെ അറിയിക്കണം. അർജുൻ, അശ്വിന്റെ അച്ഛൻ വിചാരിച്ചാൽ നിന്റെ അച്ഛനെ റിലീസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അവന്റെ അച്ഛൻ കേന്ദ്രമന്ത്രിയല്ലേ, അയാൾ വിചാരിച്ചാൽ നടക്കില്ലേ? വേണ്ട, അത് ശരിയാവില്ല. നടന്നില്ലെങ്കിൽ നാണക്കേടാ. പിന്നെ അശ്വിനെ നമ്മളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ചെല്ലേ. ശരി. വരട്ടെ. ഏതാവും പറഞ്ഞ കേന്ദ്രമന്ത്രി? ബോഡയ്യ. എന്താ അറിയോ? ഇയാള് ചാതി മനുഷ്യനെ. ഓടയ്യ. ഞാൻ അറിയുന്ന പെൺകുട്ടിയാ രമ. അതുകൊണ്ടാ കൂടെ വിട്ടത്. അവിടെ നിന്നും തിരിച്ചു വന്നത് മുതൽ അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ആകെ ഒരു വ്യത്യാസം. ഞാൻ ഒരുപാട് തിരിച്ചും മറിച്ചും ചോദിച്ചു. പിന്നെ അവൾ സമ്മതിച്ചു. അവനുമായി പ്രേമത്തിലാണെന്നും അവനെ വിവാഹം കഴിക്കുള്ളെന്നും. അതാ അച്ചായന് ഞാൻ വേഗം വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തത്. നീ പറഞ്ഞപ്പോ അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു നാട്ടിൽ. അവനൊരു കള്ളക്കടത്തുകാരന്റെ മകനാ. കള്ളക്കടത്തുകാരനോ? അതെ, അയാളിപ്പോ ജയിലില്ല. ഇവൾക്ക് ഇത്ര ധൈര്യം എങ്ങനെ വന്നു? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണക്കാരൻ ഞാൻ തന്നെ. അമ്മയില്ലാത്ത പെണ്ണല്ലേ, ലാളിച്ച് വളർത്തുകൊണ്ടുണ്ടായ ദോഷം തന്നെ. അവളവിടെ പുറത്തെവിടെയോ പോയിരിക്കുക. ഇനി അവൾ പഠിക്കണ്ട. പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ കരോട്ടെ ജോർജ് ഇല്ലേ, അവന്റെ മകൻ ജെയിംസ് കുട്ടി ഇവിടെ ഭാരത് ഇലക്ട്രിക്കൽസിൽ എഞ്ചിനീയറാ. ഞാനറിയും, ഒരു കറുത്ത പയ്യൻ. നിറം കറുപ്പാണെന്നേ ഉള്ളൂ, പക്ഷെ തൊഴിൽ കള്ളക്കടത്തൊന്നുമല്ല. ഞാനും ജോർജുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് സമ്മതമാണ്. ഞാനും സമ്മതിച്ചു. ബാംഗ്ലൂരിൽ വെച്ച് കല്യാണം നടത്താമെന്നും അവർ ഏറ്റിട്ടുണ്ട്. അവളോടൊരു വാക്ക് ചോദിക്കാതെ? എന്തിന്? ഞാൻ പറയുന്നവനെ അവളെ കെട്ടും. അല്ല സാർ, നമുക്ക് സുപ്രീം കോർട്ടിൽ അപ്പീൽ കൊടുക്കാം. എന്നാലും സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം സാർ. ശരി, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. ആ
ഇത് മിസ്റ്റർ നാരായണൻകുട്ടി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ. ഹലോ പ്ലീസ് ഹലോ ശരി താങ്ക് യു. നമ്മുടെ വണ്ടികൾക്കൊക്കെ ഇവരാ ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. അറിയാം. ഐ ഹാവ് കം വിത്ത് എ ബാഡ് ന്യൂസ്. എന്താ? ഇത് കോടതി ഡിക്രി ആണല്ലോ. അതെ, ഞങ്ങൾ ഫൈനാൻസ് ചെയ്ത 8 ലോറികൾ സീസ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. എന്താ ആശാന ഇത്? ഞാൻ നേരിട്ട് സാറിനെ കണ്ട് പറഞ്ഞ കാര്യം സാർ സമ്മതിക്കുകയും ചെയ്തു. ആശാൻ എന്നെ കണ്ട് പറഞ്ഞത് ശരിയാണ്. നല്ല കസ്റ്റമർ ആണെങ്കിൽ സാധാരണഗതിയിൽ 3-4 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂസ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ലീഗൽ ഫോർമാലിറ്റിക്ക് വേണ്ടി നോട്ടീസ് അയക്കും. ചിലപ്പോൾ ഒരു ഡിഗ്രി എടുത്ത് വെച്ചെന്നിരിക്കും. അതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ? ഞാൻ മാസശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. സാധാരണ അവർ ഇടപെടാറില്ല. ഇപ്പൊ എന്തോ പെട്ടെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നു RR പ്രൊസീഡ് ചെയ്യാൻ. ഇത്രയും പൈസ പെട്ടെന്ന് എവിടുന്ന്? സാർ, കുറച്ച് ദിവസത്തെ അവധി കൂടി. സോറി, മാക്സിമം നാളെ ബാങ്ക് ടൈം വരെ. അതും എന്റെ റിസ്കിൽ. പറഞ്ഞു തുക മുഴുവൻ ഇതിലുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ നോക്കണ്ടേ? വേണ്ട. പലിശ കൃത്യമായിരിക്കണം. പ്രോനോട്ടോ അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട. അനന്തന്റെ മകനെ എനിക്ക് വിശ്വാസമാണ്. താങ്ക്സ്. ഇതെന്താ മോനെ, തുടരെ ഓരോ പ്രശ്നങ്ങൾ. ആരെയെങ്കിലും കണ്ട് ആ ചേക്കുടിക്കാരുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തിക്കൂടെ? വരട്ടെ. ഹലോ, ആ പണിക്കരാ, അവരോടൊന്ന് പുറപ്പെട്ടു. ഒരു ക്രീം കളർ കോൺഗ്രസ് കാറാ. നമ്പർ ശ്രദ്ധിച്ചില്ല. ശരി. അച്ഛനെ, നമ്മുടെ പുറകെ ഒരു പോലീസ് ജീപ്പാണല്ലോ. ആ CI ഭരതനാണല്ലോ ഇരിക്കുന്നത്. അവരെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? അച്ഛനെ, ബാഗ് തുറന്നു നോക്ക്. ഇത് നോട്ടാ. അത് മാറ്റി നോക്ക്. അയ്യോ, ബിസ്ക്കറ്റ് ആണല്ലോ. ചതിച്ചോ എന്റെ ദൈവമേ. അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയാ. കുഴപ്പമായല്ലോ. ഇനി എന്താ ചെയ്യാ? വേഗം വിട്. ഇപ്പൊ അവരെ കാണുന്നില്ല. ഓ, രക്ഷപ്പെട്ടു. കസ്റ്റംസ് ചെക്കിങ്. തിരിച്ചുവിട്ടാലോ? അയ്യോ, പോലീസ്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നോട് ക്ഷമിക്കണം. ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. സാർ, മെഡിക്കൽ കോളേജ് കൊണ്ടുപോവാ. ആക്സിഡന്റാ. അയ്യോ അയ്യോ
നാശം പോയിക്കോ. ആ കോൺഗ്രസ്സാക്കാർ എന്താ വിട്ട് കളഞ്ഞത്? സാർ അതൊരു ആക്സിഡന്റ് കേസാ, മെഡിക്കൽ കോളേജിലേക്കാ പോയത്. ചെക്ക് ചെയ്യാതെ ഒരു വാഹനവും ഇടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നില്ലേ? അതിലൊരാൾ ചോര. അവരിതുവരെ വിളിച്ചില്ലല്ലോ. ഇനിയിപ്പോ കസ്റ്റംസുകാരുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവർ നേരെ കോഴിക്കോട്ട് കൊണ്ടുപോയി കാണും. അതാ അവരുടെ ഒരു പതിവ്. ഹലോ ബാവാ. ഉണ്ട് സാർ, കമ്മീഷണറാ. കമ്മീഷണറാ? അതെ. എന്തായി? ഇല്ലേ? ആര് പറഞ്ഞു? ഒരു ക്രീം കളർ കോണ്ടസി ആയിരുന്നു. ആ പണിക്കർ എന്നോട് പറഞ്ഞതല്ലേ. നിങ്ങളുടെ ആളുകൾ അത് മിസ് ചെയ്ത് പോയി കാണും. ആഹാ, നിങ്ങളെ കൊണ്ടൊക്കെ പിന്നെ എന്തിനു കൊള്ളാം. അങ്ങനെ ഒരു കാറേ അവര് കണ്ടിട്ടില്ലെന്ന്. അതവര് കള്ളം പറഞ്ഞതാ. അവരെ വെട്ടിച്ചവൻ കടന്നിളഞ്ഞാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവനെ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട, നമുക്ക് വീണ്ടും അബദ്ധം പറ്റുമെന്ന്. പറ്റി. എന്നോട് ക്ഷമിക്കണം. ആ സമയത്ത് വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട്. സാരല്ലാതെ അവന്മാരെ കൈ കിട്ടിയിരുന്നെങ്കിൽ ദേഹാസകലം പ്ലാസ്റ്റർ ആയിരുന്നേ. അയ്യോ, എന്താ വേദനയുണ്ടോ? തല താഴ്ത്തി ഭയങ്കര വേദന. പൈസ അടച്ചോ? അടച്ചു. ആ ബിസ്ക്കറ്റ് എന്ത് ചെയ്യണം? ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് ആ പണിക്കരെ ഒന്ന് കാണണം. സ്വർണ്ണോ? എനിക്കൊന്നും അറിയില്ല. എന്നെ ഒറ്റിക്കൊടുത്തതിന് പകരമായി ചേക്കുടി സഹോദരന്മാർ തനിക്ക് എന്ത് തന്നടോ? ചേക്കുടിയോ? എന്താ അറിയില്ലേ? താൻ എന്ത് വിചാരിച്ചു? മരിക്കുന്നവരെ ഞാൻ അകത്ത് കിടക്കുമെന്നോ? പ്രോനോട്ട് ഒപ്പിടാതെ കാശ് തന്നത് തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി കസ്റ്റംസും സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ നാടകം എന്റെ അടുത്ത് ചെലവാകില്ല. നാടകം തന്നെ. തന്റെ കാശ് തിരിച്ചു തരാൻ എനിക്ക് സൗകര്യമില്ല. ഇങ്ങനൊരു ഡീൽ നടന്ന കാര്യം മറന്നേക്ക്. അല്ലെങ്കിൽ തനിക്ക് കഴിവുണ്ടെ താൻ വാങ്ങിക്കേ. എനിക്കതൊന്ന് കാണണം. ഇതാരാ? പണിക്കരാ? എന്താ വിശേഷം? വാ, അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. ആരാ പുറത്ത് രണ്ടുപേർ? ഗുണ്ടകളാ അതോ ബോഡി ഗാർഡ്സോ? അപ്പൊ ഞാൻ തല്ലിയാലേ കുഴപ്പമുള്ളൂ. എന്താ വിശേഷിച്ച്? ആ പൈസ കിട്ടിയില്ല. ഏത് പൈസ? അന്ന് വാങ്ങിയില്ലേ ലോറി സിസി എന്ന് പറഞ്ഞപ്പോ? ഓ അതോ? അതിനകത്തുണ്ടായിരുന്ന സ്വർണത്തിന്റെ വില വേണ്ടേ? എന്നെ കുരുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചേക്കുടി പണിക്കരുടെ നഷ്ടം നികത്തിയില്ലല്ലേ? അപ്പൊ അതങ്ങ് മൊത്തത്തിൽ പോട്ടെ പണിക്കരെ, അതാ നല്ലത്. എനിക്ക് എന്റെ കാശ് കിട്ടണം. തരില്ല. ഒരൊറ്റ ചില്ലിക്കാശ് തരില്ല. അന്ന് പുറകെ വിട്ടില്ലേ പോലീസിനെ? ഇപ്പൊ ചെന്ന് പറ, അവര് വാങ്ങിത്തരും. എന്നാ ഞാൻ വാങ്ങിക്കും. പുറത്ത് ഗുണ്ടകള്, അകത്ത് തോക്ക്. പണിക്കൊരാള് മോശമല്ലല്ലോ. അത് കഴിക്കും. താൻ ഇത്രയേ ഉള്ളൂ പണിക്കരെ, മനസ്സിലായില്ലേ? തന്നോട് മര്യാദ ഭാഷയിൽ സംസാരിച്ച എന്തുകൊണ്ടാണെന്നറിയാം? എന്നെ നശിപ്പിക്കാൻ താൻ പൈസ തന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് എനിക്ക് ഉപയോഗപ്പെട്ടു. അതിന്റെ നന്ദിയുണ്ട്. താൻ തന്ന സ്വർണവും പണവും ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കും. പക്ഷെ തനിക്ക് തരില്ല. അപ്പൊ താൻ പണം തരില്ല? ഇല്ല. പക്ഷെ ഇതിന് തന്നെ കരയിപ്പിക്കും. അതിനുള്ള വകുപ്പ് എന്റെ അടുത്തുണ്ട്. താൻ നോക്കൂ. പണിക്കരെ, ഒരു ജന്മം കരയാനുള്ളത് മുഴുവൻ ഞാൻ കരഞ്ഞു കഴിഞ്ഞു. ഇനി താനായിട്ട് എന്നെ എന്ത് കരയിക്കാനാ? അതുകൊണ്ട് തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ താനെ ചെയ്യേ. പണിക്കരെ, പണമോ പോയി, പോരെങ്കിൽ സ്വർണ്ണവും കരയിക്കാൻ നടന്നിട്ട് ബാക്കിയുള്ളതും കൂടി കളയണം.